Hello, hi, welcome to my channel Safety Truck. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു പാക്കേജാണ്. തെന്മല എക്കോ ടൂറിസ്റ്റിൻ്റെ കീഴിലുള്ള ഉടി റോക്ക്വുഡ് എന്നൊരു പാക്കേജാണ് കേട്ടോ. ഇത് പാർട്ട് 2 ആണ്. കാരണം ഞാൻ നേരത്തെ ഒരെണ്ണം ചെയ്തായിരുന്നു. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. ഈ പാക്കേജിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യവും ഞാൻ പറയാൻ കാരണം ഇതിനും വേറെയും പാക്കേജുകളുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ വന്നത്. ഇപ്പോൾ ഇത് നേരത്തെ പാർട്ട് 1ഉം പാർട്ട് 2 ആയിട്ട് ഈ രണ്ടെണ്ണം മാത്രമാണ് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള പാക്കേജ് ഞങ്ങൾ പോകുന്നതനുസരിച്ച് ഞാൻ ഇതിൻ്റെ എപ്പിസോഡ്സിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ട് ചർച്ച ചെയ്യാം. ഈ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഈ ഉടി റോക്ക്വുഡ് എന്ന് പറഞ്ഞ പാക്കേജിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാക്കേജിൽ നിങ്ങൾ പോവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഫാമിലിയെ കൊണ്ടുപോകണോ വേണ്ടേ എന്നുള്ളത് നിങ്ങൾക്കിത് മനസ്സിലാവും. അതിന് എത്ര സുരക്ഷിതമാണ്, ഫാമിലിയെ കൊണ്ടുപോയി ഓക്കെ ആണോ. എന്തായാലും നമുക്കവിടെ ടൂറിസ്റ്റ് അവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്കത് അവിടെ ചോദിക്കാവുന്നതാണ് ഫാമിലി അലോഡഡ് ആണോ എന്നുള്ളത്. അത് ഇനി അഥവാ അലോഡ് എന്ന് പറഞ്ഞാൽ പോലും ഈ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാവൂ. അതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നമുക്ക് ആ ചർച്ചയിലോട്ട് പോവാം. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ കീഴിലുള്ള ഉടി റോക്ക്വുഡ് എന്ന് പറഞ്ഞ പാക്കേജിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞതുപോലത്തെ തന്നെ 1-2 കാര്യങ്ങൾ ഞാൻ ഇവിടെ ആവർത്തിക്കുകയാണ്. എന്താണ്, നമ്മൾ നേരെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഓഫീസിൽ ചെല്ലുന്നു. ഓൾറെഡി നമ്മൾ ഫോണിലൂടെയോ അല്ലെങ്കിൽ ബുക്ക് ചെയ്യേണ്ടതാണ്. ഏത് ദിവസമാണ് പോകുന്നത് നമ്മൾ ബുക്ക് ചെയ്യേണ്ടതാണ്. ചെയ്തതിന് ശേഷം നമ്മളവിടെ ചെന്ന് നമ്മൾ ഈ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം പിന്നെ അവർ ചെയ്യാൻ പോകുന്ന കാര്യമെന്ന് പറയുന്നത് അവർ നമ്മൾ ജീപ്പിൽ കൊണ്ടുപോകും. ജീപ്പിൽ കൊണ്ടുപോയിട്ട് ഈ 2 ജീപ്പുകളായിട്ടാണ് കൊണ്ടുപോകുമ്പോൾ അവർ ആദ്യം ചെയ്യുന്ന കാര്യം അവർ അടുത്തുള്ളൊരു മാർക്കറ്റിലേക്കാണ് ഫസ്റ്റ് കൊണ്ടുപോകുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ പർച്ചേസ് ചെയ്യണമെങ്കിലോ, ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ വെജ് മാത്രമേ അലോഡുള്ളൂ, വെജ് മാത്രമേ അവർ സെർവ് ചെയ്യുള്ളൂ, നോൺ വെജ് ഇല്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും എക്സ്ട്രാ മേടിക്കണമെങ്കിലോ നമുക്ക് എന്തെങ്കിലും ഫുഡോ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അത് മേടിക്കാം. അതിനുശേഷം നേരെ അവർ എക്കോ ടൂറിസത്തിൻ്റെ തന്നെ കാട്ടിലേക്ക് കയറുകയാണ്. ഏകദേശം 15 കിലോമീറ്റർ ഉള്ളിലോട്ടാണ് ഈ കാടിൽ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് അതായത് ഈ പോകുന്ന വഴി തന്നെ ഇടയ്ക്ക് നിർത്തുകയും നമുക്ക് മറ്റുള്ള സ്ഥലം ആ കാടിൻ്റെ അന്തരീക്ഷം കാണാനുള്ള സാഹചര്യമൊക്കെ അവർ ഒരുക്കി തരുന്നതാണ്. അതിനുശേഷം വീണ്ടും ഉള്ളിലോട്ട് പോയി കുറച്ച് ദൂരം ചെല്ലുമ്പോൾ ഒരു നേരെയുള്ളൊരു വഴിയുണ്ട്. അത് കൂടാതെ ആ വഴിയിൽ തന്നെ ലെഫ്റ്റ് സൈഡിലാണ് ഈ പറയുന്ന ഉടി റോക്ക്വുഡ് എന്ന് പറയുന്ന പാക്കേജിൻ്റെ ടെൻ്റ് ഉള്ളത്. ഞാൻ ഈ ടെൻ്റ് എന്ന് പറഞ്ഞെങ്കിലും നിങ്ങൾ ഈ നോർമൽ കാണുന്ന ടെൻ്റ് അല്ല, അത് നല്ല എന്താണ് സുരക്ഷിതമായ 2 റൂം തന്നെയാണ്. നല്ല റൂം തന്നെയാണ്. ഞാൻ എൻ്റെ പിക്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ താമസിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമെന്നുള്ളൂ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ പറയുന്ന പാക്കേജ് താമസിക്കുന്ന ഈ ടെൻറ്റിന് ചുറ്റും അവർ ഒരു വലിയൊരു കുഴിയെ കുഴിച്ച് അവിടെ വെള്ളം നിറച്ചിട്ടുണ്ട്. കാരണം പ്രധാനമായിട്ട് ഈ മൃഗങ്ങളൊന്നും ഈ പറഞ്ഞ ടെൻറ്റിനകത്തോട്ട് വരാതിരിക്കാനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ എത്തി അവിടെ നമ്മൾ ആ ഒരു റൂമിലേക്ക് നമ്മൾ പ്രവേശിച്ചു. അവിടെ നമ്മൾ ബാഗെല്ലാം വച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ അവർ പറയും നമുക്കൊന്ന് ഫസ്റ്റ് ഒരു വാട്ടർഫോളുണ്ട് അവിടെ പോകണമെന്ന് പറയും. അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ വേണം നിങ്ങൾ എടുത്തോളാൻ. അപ്പോൾ ഈ വാട്ടർഫോളിലേക്ക് പോകുന്നതെന്ന് പറയുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ നമ്മൾ ഇപ്പം നേരത്തെ ചെന്ന് കയറിയ ബിൽഡിങ്ങിൻ്റെ കുറച്ച് പുറകിലോട്ടാണ്. നേരെ അവളവിടെ കൊണ്ടുപോകുന്നു. നല്ല അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ. ഈ വെള്ളം വീണ് അവിടെ തന്നെ ചെറിയ പൂള് പോലെ വന്നിട്ടുണ്ട്. കുറച്ച് ഫ്രണ്ടിലോട്ട് വെള്ളം ഒഴുകുന്നുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് കുളിക്കുകയും എൻജോയും ചെയ്യാൻ പറ്റുന്ന കീഴിലെ അനുഭവമാണ്. ഞാൻ പറയാമല്ലോ, നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല പാക്കേജുകളൊന്നായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ പോയിട്ടുള്ള റിസോർട്ടുകളോ അല്ലെങ്കിൽ ഇതൊന്നും അല്ല, അതിൻ്റെ എക്സ്പീരിയൻസ് തന്നെ വേറെ ലെവലാണ്. അപ്പോൾ അത് കഴിഞ്ഞു, കുളിയെല്ലാം കഴിഞ്ഞു. എന്നാൽ തിരിച്ച് നമ്മൾ റൂമിൽ വന്നു. അവിടെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഫുഡെല്ലാം നമ്മൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രില്ല് ചെയ്യണമെങ്കിൽ ചിക്കൻ ഗ്രില്ലോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സംഭവങ്ങളെല്ലാം അവിടെ ചെയ്ത് നമ്മൾ എൻജോയ് ചെയ്ത് അന്ന് രാത്രി അവിടെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു നൈറ്റ് ഒരു 8-9 മണി ആകുമ്പോഴേക്കും അവരവിടെ ജീപ്പിൽ ഈ കാടിന് ഉള്ളിലോട്ട് വീണ്ടും കുറച്ച് ദൂരമായി കൊണ്ടുപോകും. 2 ജീപ്പിലായിട്ട് നേരെ കൊണ്ടുപോയി കുറേ ദൂരം എത്തുമ്പോൾ ഈ വണ്ടി അങ്ങ് ഓഫ് ചെയ്ത് ഒരു 5-10 മിനിറ്റോളം വെയിറ്റ് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ അടിപൊളി മൃഗങ്ങൾ ഏതെങ്കിലും മൃഗം വരും. അത് അവർക്ക് അറിയാൻ പറ്റും. അപ്പോൾ അവർക്ക് ആ മൃഗങ്ങളെ മാനേജ് ചെയ്യാൻ അവർക്കറിയാം, കാട്ടുപോത്തോ അല്ലെങ്കിൽ യാനോ എന്തെങ്കിലും. പക്ഷേ ഒരു കാര്യമുണ്ട്, ആ സമയം നമ്മൾ പാനിക്കാവുകയോ ശബ്ദം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. അത് പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ചോണം ഒരു കാര്യം. അതിനുശേഷം തിരിച്ച് നേരെ നമ്മൾ പാക്കേജ് ഈ റൂമിലോട്ട് വരുന്നു.
നമ്മൾ ഫുഡെല്ലാം കഴിക്കുന്നു, ഉറങ്ങുന്നു. പിറ്റേ ദിവസം രാവിലെ ഈ പാക്കേജിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ നാളെ രാവിലെ തന്നെ നമ്മൾ എണീച്ചു, നമ്മൾ നല്ല രാവിലെ എഴുക്കേണ്ടി വരും. അത് രാവിലെ എഴുക്കണം, എങ്കിൽ ആ പ്രകൃതിയുടെ ഭംഗി കാണാൻ കഴിയത്തുള്ളൂ. അതിനുശേഷം അവിടെ നേരെ വീണ്ടും ഞങ്ങളെ കുറച്ച് നടക്കാനുള്ള ദൂരം നടത്തിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും നല്ല അനുഭവങ്ങളൊന്നും കാരണം എന്ന് പറയുന്നത് ഈ പാക്കേജിൽ ഞാനിപ്പോൾ അത് പ്രത്യേകതരം ഇതൊന്നും അവർ പറയില്ല. ഓഡിയോ റോക്കുള്ളിൽ ഈ കാര്യമൊന്നും പറയില്ല, ഇങ്ങനെ ഉണ്ടെന്നോ അങ്ങനെയൊന്നും പറയില്ല. പക്ഷേ ഞങ്ങളത് പറയാൻ കാരണം ഞങ്ങളുടെ അനുഭവമാണത്, അതുകൊണ്ടാണ് പറയുന്നത്. ഒരു പുഴയുടെ അടുത്താണ് കൊണ്ടുവന്നത്, കുളിക്കാനൊക്കെ ആയിട്ടാണ് നിങ്ങൾ ആ പുഴയിൽ പോകുന്നത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയും, സൂപ്പർ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. കാരണം സാധാരണ ഫിഷ് സ്പാ എന്ന് പറയുന്നത് ഇപ്പം സ്മോൾ ട്രാങ്കൂർ, ഇവിടെ ട്രിവാൻഡ്രത്ത് സ്മോൾ ട്രാങ്കൂർ പല സ്പായിലൊക്കെ ഉണ്ട്. ഫിഷ് സ്പാ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാലിറക്കി വയ്ക്കുന്നു, അങ്ങനെ അത് മീൻ വന്ന് കടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഈ നാച്ചുറലി ഫിഷ് സ്പാ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുള്ളത് അവിടെയാണ്. കാരണം ഈ വെള്ളം ഇങ്ങനെ വീണ് അത്രയും ഭാഗത്തൊരു കുഴി ഫോമാവുകയും നമുക്കവിടെ ഇരുന്നിട്ട് ഈ കാലെടുത്ത് ആ വെള്ളത്തിലേക്ക് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൊച്ചു മീനിൽ വന്ന് കറക്റ്റ് നമ്മളെ കാലിൽ കടിക്കുന്ന ഫിഷ് സ്പാ ടൈപ്പ് സാധനം അതവിടെ ഉണ്ട്. സൂപ്പർ എക്സ്പീരിയൻസ് ആണത്. അപ്പോൾ അത് അനുഭവിക്കണം. ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം തിരിച്ച് നിങ്ങൾ നേരെ റൂമിൽ വരുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അതിനുശേഷം ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യും. ഇതാണ് നിങ്ങളുടെ പ്രോസസ്സ്. അപ്പോൾ ഈ പ്രോസസ്സിൽ ഇനി ഞാൻ അറിയാലോ, സേഫ്റ്റി ട്രക്ക് എന്ന ചാനലിൽ പറയുന്നത് നിങ്ങളുടെ സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ തെന്മല എക്കോടൂറിസത്തിൻ്റെ നേരത്തെ പറഞ്ഞ ഇടിമുഴങ്ങ നൈറ്റ്സിലാണെങ്കിലും ഒഡി റോക്കുള്ളിലാണെങ്കിലും ഒരു സംഭവം കോമൺ ആണ്. മൊബൈലില്ല. മൊബൈൽ നിങ്ങൾക്ക് റേഞ്ച് കിട്ടത്തില്ല, ഒരു തുള്ളി റേഞ്ച് പോലും നിങ്ങൾക്ക് അവിടെ കിട്ടത്തില്ല. അത് ഒന്നാമത്തെ കാര്യം. സെക്കൻഡ് തിങ്, നേരത്തെ ഞാൻ പറഞ്ഞു ഇടിമുഴങ്ങ നൈറ്റ്സ് നിങ്ങളൊരു ട്രക്കിങ്ങിന് കൊണ്ടുപോകും, ആ സമയത്ത് നിങ്ങൾക്ക് അവിടെ ചെന്ന് അവിടെ മൊബൈൽ റേഞ്ച് കിട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ അതും കിട്ടത്തില്ല, ഇവിടെ അതുമില്ല. കാരണം നിങ്ങൾ രാവിലെ ഈ കുളിക്കാൻ കൊണ്ടുപോയെന്ന് പറയുന്ന സ്ഥലത്ത് അതിന് ശേഷം നിങ്ങളെ വീണ്ടും ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. കാട്ടിനകത്തേക്ക് അവർ കൊണ്ടുപോകും, നല്ല ഒരു മലമുകൾ ഏരിയയിലേക്ക് അവർ ട്രക്കിങ്ങിന് കൊണ്ടുപോകുന്നുണ്ട്. അതാണെങ്കിൽ പോലും അവിടെ റേഞ്ച് കുറവാണ്, അങ്ങനെ കിട്ടത്തില്ല, അവിടെ റേഞ്ച് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു റേഞ്ചില്ല. രണ്ടാമത്തെ കാര്യം, പിന്നെ ഒരു കാര്യമുള്ളത് മൃഗങ്ങളുടെ കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഈ പറഞ്ഞ കുറച്ച് സുരക്ഷിതമാണ് ആ ഭാഗം. കാരണം ഇടമുഴങ്ങ നൈറ്റ്സിലെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ബോട്ട് തിരിച്ച് വന്നാലേ നിങ്ങളെ തിരിച്ച് കരയിൽ എത്തിക്കാൻ പറ്റും, തിരിച്ചിവിടെ ഓഫീസിൻ്റെ അവിടെ എത്തിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു ഡ്രോബാക്ക് അവിടെ ഉണ്ട് ഇടമുഴങ്ങ. ഞാനത് പറയാൻ വിട്ടുപോയി ആ ഒരു ചാനലിൽ, ആ ഒരു വീഡിയോയിൽ. ഇതിലങ്ങനെയല്ല. ഇതിൽ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു എമർജൻസി വന്നാലും നിങ്ങൾക്കൊരു ജീപ്പ് വന്ന് നിങ്ങളെ വിളിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു പാക്കേജിൽ. അതുകൊണ്ട് തന്നെ ഫാമിലി അലോട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സുരക്ഷിതത്വമാണ്. ഞാൻ എന്താ പറഞ്ഞാൽ കുഞ്ഞുങ്ങളെയും കൊണ്ട് നിങ്ങൾ പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ ഒറ്റയ്ക്ക് പുറത്ത് നിർത്തുകയോ ഒന്നും ചെയ്യരുത്. കാരണം മൃഗങ്ങളുടെ ആക്രമണം നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അവരുടെ കേന്ദ്രമാണിത്. കാടെന്ന് പറയുന്നത് മൃഗങ്ങൾക്കുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ ചെന്ന് താമസിക്കുകയാണ്. അപ്പോൾ അവരെ ശല്യം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനിയുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സേഫ്റ്റിയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, ഒരു രാത്രി നല്ല താമസിച്ച് കഴിഞ്ഞാൽ മിക്കരും കിടന്നുറങ്ങുന്നതാണ് നല്ലത്, സുരക്ഷിതം അതുതന്നെയാണ്. പക്ഷേ നമ്മൾ ഒറ്റയ്ക്ക് പുറത്തിറങ്ങിയിരിക്കുക, അല്ലെങ്കിൽ അതും പ്രത്യേകിച്ച് ഗാർഡൊന്നും കാണാതെ, അവിടുത്തെ ഗാർഡൊന്നും കാണാതെ പുറത്ത് നിൽക്കുക. അത് വലിയവരാണെങ്കിലും ചെറിയവരാണെങ്കിലും എന്തായാലും പുറത്തിറങ്ങി നിൽക്കുക എന്നുള്ള സുരക്ഷിതമല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അത് മറന്നു പോകരുത്. ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എന്താണ്, നിങ്ങൾ തയ്യാറാക്കി കഴിക്കുമെങ്കിൽ നോളജ് വെഞ്ചൊക്കെ നിങ്ങൾക്ക് അവിടെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്കത് ഫുഡ് കഴിക്കാം. അവരുടെ പാക്കേജിലെ ഫുഡ് നല്ല ഫുഡാണ്, നല്ല നോർമൽ നമ്മൾ വീട്ടിലെ ആഹാരം എന്നൊക്കെ പറയുമ്പോൾ നല്ല ഫുഡാണ് അവിടെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഫുഡ് നല്ല ഫുഡ് തന്നെയാണ്, വേറെ പ്രശ്നമില്ല, അത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് ആ പാക്കേജിലുള്ളത്. അപ്പോൾ സുരക്ഷിതത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ 1-2 കാര്യങ്ങൾ പറഞ്ഞു. കുറച്ച് ദൂരം കൂടുതലാണ്, അപ്പം പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാക്കേജിന് പോകാതിരിക്കും നല്ലത്. കാരണം ഇത്രയും ദൂരം ട്രാവൽ ചെയ്തോണം നിങ്ങൾക്ക് തിരിച്ചിവിടെ വരാൻ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. 2 ഫോൺ ആക്സസ് ഇല്ലാത്തതാണ്. അവിടെ കൺട്രോൾ റൂം മെസ്സേജ് മാത്രമേ ഉള്ളൂ, അവരെ വയർലെസ് മെസ്സേജ് മാത്രമേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഒറ്റയ്ക്ക് പുറത്തിറങ്ങാൻ പാടില്ല. അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ, അതായത് ഒരുപാട് രാത്രിയായി കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ റിസ്ക്കാണ്. അത് ശ്രദ്ധിച്ച് നിങ്ങൾ കൈകാര്യം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാര്യങ്ങളാണ് സുരക്ഷിതമായിട്ട് ബന്ധപ്പെട്ട് ഈ തെന്മല എക്കോടൂറിസത്തിൻ്റെ ഒഡി റോക്ക്വുഡ് എന്ന് പറയുന്ന പാക്കേജിൽ ഉള്ളത്. ഇതിൻ്റെ പിക്ചറെല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ പോകുന്നതാണ്. ഇതിനകത്ത് എൻ്റെ വെബ്സൈറ്റ് അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഒരു താമസം ഞാൻ നേരുകയാണ്.